മോനെ ആമി, ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. മുത്തശ്ശി കാണിക്കുന്ന ഒട്ടും ശരിയല്ല. എനിക്കൊന്നും വേണ്ടിയിട്ടല്ല ഞാൻ ഈ പറയുന്നേ. അവന്റെ ജീവിതം വെച്ചാ മുത്തശ്ശി കളിക്കുന്നേ. ദത്തേട്ടൻ പറയുന്നത് 100% സത്യമാണെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എത്ര പറഞ്ഞാലും മുത്തശ്ശി കേൾക്കുന്നു ദത്തേട്ടന് തോന്നുന്നുണ്ടോ? ഇത് കേട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ശരിക്കും നിന്റെ മുത്തശ്ശിക്ക് വട്ടാണോ? നിനക്കെന്താ ഇപ്പൊ അങ്ങനെ ഒരു സംശയം തോന്നാൻ? അല്ല മുത്തശ്ശി, പൂജയുടെ അച്ഛന്റെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. എനിക്ക് തോന്നലുണ്ടായിട്ട് ദിവസം കുറച്ചായി. അയാൾ ദത്തേട്ടനെ ഇങ്ങനെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന പോലും അത്രയ്ക്ക് നല്ല ലക്ഷണങ്ങളല്ല. നീ എന്താ ഉദ്ദേശിക്കുന്നത്? പൂജ എവിടെ ഉണ്ടെന്ന് അയാൾക്കറിയാമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. പെണ്ണോ? ഏത് പെണ്ണ്? നമ്മളറിയാതെ ഈ കഥയിൽ എവിടെ നിന്ന് അങ്ങനെ ഒരു പെണ്ണ് വന്നു? അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ അവന്റെ കൂടെ ആ കുരങ്ങൻ ചെറുക്കനെ കൂടാതെ ഇപ്പൊ എങ്ങാണ്ടെന്നൊരു പെണ്ണും വന്ന് കൂടിയിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ കണ്ട ആണാണെന്നേ തോന്നുന്നു. മുടിയും ഡ്രസ്സിങ്ങും എല്ലാം കൂടി ആകെ മൊത്തം ടോട്ടൽ ഒരു ആണിന്റെ ലക്ഷണമാണ്. ഇനി തനിക്ക് ആള് തെറ്റിയൊന്നുമല്ലല്ലോ? അത് പൂജയൊന്നുമല്ലല്ലോ? അത് പൂജയൊന്നുമല്ല, വേറെ ഏതോ ഒരു പെണ്ണ. അതിന് താൻ മുമ്പ് പൂജയെ കണ്ടിട്ടില്ലല്ലോ? നേരി കണ്ടിട്ടില്ലെന്നല്ലേ ഉള്ളൂ. എത്രയോ തവണ ഞാൻ ഫോട്ടോ കണ്ടിരിക്കുന്നു. പിന്നെ പണ്ടൊരിക്കല് ഇത്തിരി ദൂരത്തു നിന്നാണെങ്കിലും ഒരു മിന്നായം പോലെ ഞാൻ അവളെ കണ്ടതാ. ആ തട്ടുകടയുടെ മുന്നിൽ നിന്ന് അവന്റെ ബൈക്കിൽ കയറി രക്ഷപ്പെടുന്നത്. ബെസ്റ്റ്. മിന്നായം പോലെ കണ്ട ആളെ ഓർത്തിരിക്കാൻ പറ്റിയത് തന്നെ. എടോ, അവൾ ആള് മാറാൻ വേണ്ടി മേക്ക് ഓവർ ചെയ്തതായിരിക്കും. ഒരു പോലീസുകാരനെ അങ്ങനെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ ഡോക്ടറെ. ഇങ്ങനെ ഒരു തവണ പോലും കണ്ടിട്ടില്ലാത്ത ഓരോ അവന്മാരെയാ ഊഹം വെച്ചും രേഖാചിത്രം വരച്ചും ഞങ്ങൾ പൊക്കിയെടുക്കുന്നത്.